നമ്മുടെ മുടി നല്ല വോളിമൈസ്ഡ് ആയിട്ട് വെക്കാനും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനിങ് ആയിട്ടൊക്കെ കിടക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൂപ്പർ നാച്ചുറൽ റെമഡി ആട്ടോ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ മുടി എന്ന് പറഞ്ഞാൽ തുഞ്ചത്തോട്ട് വരുന്നതനുസരിച്ച് ഇച്ചിരി ചുരുണ്ട മുടിയാണ്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകണം, എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ വരുവാണെങ്കിൽ അവളൊന്ന് സ്റ്റൈലാവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സൂപ്പർ ഹോം റെമഡി ആട്ടോ. വളരെ സിമ്പിളാണ്. നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള മുടിയാണ്. ഈ ഒരു പാക്കാണെങ്കിൽ നമ്മൾ കുഞ്ഞുമക്കൾക്കൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മോൾക്ക് 5.5 വയസ്സുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുമക്കൾക്കൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരു കുഴപ്പമില്ല. അവർക്ക് ഇങ്ങനത്തെ പാക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ പനിയൊന്നും പിടിക്കില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ട്രൈ ചെയ്ത് നോക്കാവുള്ളൂ. ഒരിക്കലും ഞാൻ പറയില്ല കേട്ടോ കുഞ്ഞുമക്കൾക്ക് പാക്കൊക്കെ യൂസ് ചെയ്യണമെന്ന്. കാരണം ഞാൻ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാറില്ല പാക്കൊക്കെ. ആഴ്ചയിലൊക്കെ താളിയൊക്കെ യൂസ് ചെയ്യുന്നല്ലാതെ ഇതുപോലത്തെ തിക്കായിട്ടുള്ള പാക്കൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഈ ഒരു പാക്ക് നമുക്ക് വലിയവർക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണ്ടത് നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയും അതുപോലെ തന്നെ ഏത്തപ്പഴം ഉണ്ടല്ലോ, നേന്ത്രപ്പഴം, അതും പിന്നെ പശുവിൻ്റെ പാലാട്ടം ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് തിളപ്പിക്കാത്ത, അതായത് പച്ചപ്പാലുണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. ഇത് ഓപ്ഷണലാട്ടോ. ഇപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് ഞാൻ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കേണ്ടതുകൊണ്ട് കുറച്ച് പാൽ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഞാൻ ഒട്ടും വെള്ളം ചേർക്കില്ല കേട്ടോ അവിടെ അവൾക്ക് എടുക്കുന്ന പാക്കിന്. അത് അരച്ചെടുക്കാൻ മാത്രം പാൽ ആഡ് ചെയ്തിട്ട് ആ ഒരു തിക്കാനുണ്ടല്ലോ എന്നിട്ട് അതിൽ അരിച്ചെടുത്തിട്ടാട്ടോ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന പൊടിയൊക്കെ നമ്മുടെ മുടിയൊക്കെ ഉണങ്ങി കഴിയുമ്പോൾ അങ്ങ് പൊക്കോളും. അതൊന്നും അങ്ങനെ അധികം പറ്റി പിടിച്ചിരിക്കില്ല കേട്ടോ. ഈ ഒരു പാക്ക് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതുപോലെ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടൊക്കെ കിടക്കാനും നല്ല വോളിമൈസ്ഡ് ആയിട്ട് കിടക്കും. പിന്നെ അത് മാത്രമല്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുകയാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിനും പിന്നെ നമ്മുടെ ഹെയർ ഫോളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആദ്യം നമ്മുടെ മുടിയുടെ കെട്ടൊക്കെ കളഞ്ഞിരിക്കണം. എന്നിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുടിയിൽ മൊത്തത്തിലാകണമെന്നേ ഉള്ളൂ. പിന്നെ ജലദോഷമൊക്കെ അങ്ങനെ പ്രശ്നമൊക്കെ ഉള്ളവരായിരുന്ന മുടി ഒന്ന് സ്റ്റൈലായിട്ടൊക്കെ ഇടാനാണെങ്കിൽ ഇപ്പം ഞാൻ ഈ കാണിച്ച രീതി ചെയ്താൽ മതി കേട്ടോ. അതായത് നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് കുറച്ച് മുടി വിട്ടിട്ട് ഇതുപോലെ ഹെയറിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. സ്കാൽപ്പിലും അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ല കേട്ടോ. അപ്പോൾ ഇതൊരു അപ്ലൈ ചെയ്ത് മോൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വാഷ് ചെയ്ത് കളയും. അധികം സമയം അങ്ങനെ വെക്കാറില്ല. ഷാമ്പു യൂസ് ചെയ്യും കേട്ടോ. അവൾക്ക് യൂസ് ചെയ്യുന്ന ഷാമ്പു യൂസ് ചെയ്യും. ഇപ്പോൾ ഈ കാണിക്കുന്നുണ്ടോ കുഞ്ഞിപ്പെണ്ണെ കൊണ്ട് ഇടയ്ക്ക് ഞാൻ നമ്മുടെ മറ്റേ മേക്കപ്പിൻ്റെ വീഡിയോ എടുപ്പിക്കാൻ നോക്കിയായിരുന്നേ. എൻ്റെ അത് അട്ടർ ഫ്ലോപ്പായിപ്പോയി. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇപ്പോൾ ഈ കാണുന്നത്. എന്താണേലും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.